നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ ഒരു പാഴ്ചെടിയായി വളരുന്ന മണിത്തക്കാളി വെറുമൊരു ചെടിയല്ല, ഒരു അത്ഭുത മരുന്നാണ്. സംസ്കൃതത്തിൽ കാഗമാജി എന്നും ഇംഗ്ലീഷിൽ ബ്ലാക്ക് നൈറ്റ്ഷേഡ് എന്നും വിളിക്കപ്പെടുന്ന ഈ സസ്യം ആയുർവേദത്തിലെ ഒരു ദിവ്യൌഷധമാണ്. വായ്പുണ്ണു മുതൽ മാരകമായ കരൾ രോഗങ്ങൾ വരെ മാറ്റാൻ കഴിവുള്ള മണിത്തക്കാളിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. വെളുത്ത ചെറിയ പൂക്കളും പഴുക്കുമ്പോൾ തിളക്കമുള്ള കറുത്ത നിറമാകുന്ന കായകളുമാണ് ഇതിന്റെ പ്രത്യേകത. കർക്കടക മാസത്തിലെ പത്തിലക്കറിയിലെ പ്രധാനിയായ മണിത്തക്കാളിയുടെ ഇലയും കായയും ഒരേപോലെ ഔഷധയോഗ്യമാണ്. വായ്പുണ്ണും മോണവീക്കവും കാരണം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇതിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കവൽ കൊള്ളുന്നത് പെട്ടെന്ന് ആശ്വാസം നൽകും. അതുപോലെ തന്നെ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളിൽ നിന്ന് കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും മണിത്തക്കാളിക്ക് സവിശേഷമായ കഴിവുണ്ട്. വിട്ടുമാറാത്ത പനിയും ഓക്കാനവും മാറാൻ ഇതിന്റെ ഇലയും കായയും ചേർത്ത കഷായം കഴിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ വിട്ടുമാറാത്ത ചുമയും ആസ്മയും അലട്ടുന്നവർക്ക് ഇതിന്റെ നീര് 10 മില്ലി വീതം കഴിക്കുന്നത് ശ്വസനം സുഗമമാക്കാൻ സഹായിക്കും. അകാലനര തടയാനും മുടിയുടെ വേരുകൾക്ക് ബലം നൽകാനും മണിത്തക്കാളി നീരും എള്ളും ചേർത്ത് കാച്ചിയ എണ്ണ നസ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. മണിത്തക്കാളി വെറുമൊരു ചെടിയല്ല, നിത്യയൗവനം നൽകുന്ന ഒരു രസായനി കൂടിയാണ്. ശരീരത്തിലെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് വാർദ്ധക്യത്തെ പ്രതിരോധിക്കാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഈ സസ്യത്തിന് പ്രത്യേക കഴിവുണ്ട്. ശരീരത്തിന് ഓജസ്സും ലൈംഗികാരോഗ്യവും നൽകുന്ന ഒരു മികച്ച വൃശ്യ ഔഷധമാണിത്. ശുക്ലധാതുവിനെ പോഷിപ്പിച്ച് പ്രത്യുൽപാദനശേഷി മെച്ചപ്പെടുത്താനും സപ്തധാതുക്കൾക്ക് ബലം നൽകാനും മണിത്തക്കാളി സഹായിക്കുന്നു. ശോധന സുഗമമാക്കി മലബന്ധവും പൈൽസും പരിഹരിക്കാൻ ഇതിലെ ഗുണം സഹായിക്കും. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ശബ്ദശുദ്ധി വരുത്താനും ഹൃദയപേശികളെ ബലപ്പെടുത്തി രക്തചംക്രമണം കൃത്യമാക്കാനും മണിത്തക്കാളി അത്യുത്തമമാണ്. പ്രമേഹത്തെ നിയന്ത്രിക്കാനും മൂത്രശുദ്ധി വരുത്താനും ഈ ചെടിക്ക് സാധിക്കും. രക്തം ശുദ്ധീകരിക്കുന്നതിലൂടെ ചർമ്മരോഗങ്ങളെ വേരോടെ പിഴുതെറിയാൻ മണിത്തക്കാളിക്ക് കഴിവുണ്ട്. രോഗങ്ങൾ മാത്രമല്ല, എലിവിഷത്തിനും ഒരു പ്രതിവിധിയായി ആയുർവേദം ഈ ചെടിയെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യപ്രശ്നങ്ങൾക്കും ഇതിനെ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഓരോ ഔഷധപ്രയോഗങ്ങളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതികളും അതിൽ നിങ്ങൾക്ക് വായിക്കാം. ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്.